നമസ്കാരം. ഇന്ന് നമുക്ക് കാങ്കയം കാളയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇതുവരെ നമ്മൾ പങ്കുവച്ചത് പശുക്കളുടെ വിശേഷങ്ങളായിരുന്നു. എന്നാൽ നമ്മുടെ അഹങ്കാരമായ രാജ്യത്തിൻ്റെ അഹങ്കാരമായ കാങ്കയം, തമിഴ്നാടിൻ്റെ സ്വന്തം കാങ്കയം കാളയെക്കുറിച്ചുള്ള അറിവുകളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. കാങ്കയം കാള തമിഴ്നാട്ടിലെ എല്ലാ പ്രവിശ്യയിലും കണ്ടുവരുന്ന ഒരു ഇനമാണ്. അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് കാലത്ത് ഭാരം വലിക്കുവാനും ഏറ്റവും കൂടുതൽ ശക്തിയുള്ള, ഒരു പക്ഷേ ലോകത്തിലെ തന്നെ പവർഫുള്ളായിട്ട് ഉള്ള ഒരു ഇനമാണ് ഈ കാങ്കയം. നല്ല ഉയരത്തിലുള്ള, നല്ല വിരിഞ്ഞ ശരീരം, നല്ല ഉയർന്ന കൊമ്പ്, മുഖമൊക്കെ നല്ല നീളത്തിലുള്ള കൊമ്പുകൾ, വാലാന്നേലും അതുപോലെ തന്നെ നല്ല ശക്തിയായിട്ട് നീച്ച താഴെ വരെ കിടക്കുന്നത്, അതുപോലെ തന്നെ കാലിലൊക്കെ നല്ല മസിൽ പവറുള്ള, ഇത്രയധികം ശക്തിയുള്ള ഒരു ബുള്ള് നമ്മുടെ ഭാരതത്തിൽ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഓൺഗോൾ മാത്രമേ ഉള്ളൂ. കാങ്കയത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ മെയ്യഴക്, അത് ശരിക്കും ഒരു കളറാണ് ഇതിനുള്ളത്. വെള്ള കളറാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. നല്ല മുഖത്ത് നല്ല ചൈതന്യമുള്ള കണ്ണുകൾ, ആ കണ്ണുകൾ നല്ല കറുത്ത് ഭയങ്കര, നമ്മൾ മിഴികൾ എഴുതിയതുപോലെ ഇരിക്കും അതിൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ അതിൻ്റെ മുന്നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറുത്തിട്ട് നീളമുള്ള, ശരിക്കും നല്ല ഇനം കുതിരകളുടെ മുഖം പോലാണ് ഇരിക്കുന്നത്. കൊമ്പിങ്ങനെ വളഞ്ഞ് മുകളിലോട്ടാണ് പോയിരിക്കുന്നത്, നല്ല നീളമുള്ള കൊമ്പ്. കാങ്കയത്തിൻ്റെ കാലുകൾക്ക് നല്ല നീളമുള്ള കാലും കൈയുമാണ്. ഇതിനെ കൂടുതലായിട്ട് ഇതിൻ്റെ കാളയെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ നിലം ഉഴുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ഇതര ആവശ്യങ്ങൾക്ക്, ഭാരമുള്ള വസ്തുക്കൾ ഉയർന്ന സ്ഥലത്തേക്ക് വലിച്ചു കയറ്റുവാനായിട്ട് ഈ കാങ്കയത്തെ ധാരാളമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എണ്ണയാട്ടുക, ചക്ക്, എല്ലാവിധ ചക്കിലും, അതായത് കരിമ്പാട്ടുക, എള്ളാട്ടുക, നമ്മുടെ എണ്ണ ഉൽപാദന മേഖലയിലെല്ലാം ഈ ചക്കിൽ ഉപയോഗിച്ചിരുന്നത് കാങ്കയം കാളയായി. കാങ്കയം കാളയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എളുപ്പം മനുഷ്യനോട് ഇണങ്ങുന്നതാണ്. നമ്മളതിനെ ചില ചിട്ടയോട് കൂടിയിട്ട് അതിനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതകാലം മൊത്തം അതിനെ എന്താണ് നമ്മൾ പഠിപ്പിച്ചത് അതനുസരിച്ച് അത് മുന്നോട്ട് ജീവിക്കുന്ന ഒരു പ്രത്യേക പ്രാധാന്യം തന്നെ അതിന് നമുക്ക് കൽപ്പിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ മരച്ചക്കുണ്ട്. ആ മരച്ചക്കിൽ അതിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് അതിനെ അവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് നിന്ന് തരികയാണ്. ആ മരച്ചക്കിൻ്റെ ആ കമ്പ് ഇതിൻ്റെ തോളത്തെടുത്ത് വെക്കുന്നിടം വരെ അത് നിൽക്കും. അത് കഴിഞ്ഞ് അതിന് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ നടക്കും. നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും. അപ്പം ഇത്രയ്ക്ക് അനുസരണയുള്ള, മനുഷ്യനുമായിട്ട് ഇഴുകിയിട്ടുള്ള, മനുഷ്യ രാശിക്ക് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇനമാണ് ഈ കാങ്കയം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആഹാര രീതി വളരെ മിതമായ ആഹാരം, ഒരുപാട് ആഹാരം കഴിക്കുകയില്ല. കാരണം ശരീരം എപ്പോഴും നല്ല ഫിറ്റായിരിക്കും. നമ്മൾ ഈ ജിമ്മിലൊക്കെ മനുഷ്യർ പോയിട്ട് ഫിറ്റായിരിക്കുന്ന പോലെ എപ്പോഴും ഫിറ്റായിരിക്കും. ഈ കൂടുതലായിട്ടുള്ള ഫ്ലെക്സ് ഒന്നും അതിൻ്റെ ശരീരത്തില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പശുക്കളുടെ പ്രാധാന്യം ഇത് തന്നെയാണ്. ഇതൊരു 3 ലിറ്റർ തൊട്ട് 7 ലിറ്റർ വരെ പാലാണ് ഇതിൻ്റെ പശുക്കൾ നമുക്ക് തരുന്നത്. പശുവിൻ്റെ പാലിനാന്നേലും നല്ല കൊഴുപ്പുണ്ട്. ഏത് കാലാവസ്ഥയും ഇത് അതിജീവിക്കുവാനുള്ള ഒരു ശേഷി, പ്രതിരോധ ശേഷി ഇതിനുണ്ട്. മറ്റുള്ള എല്ലാ നാടൻ ഇനങ്ങളെ പോലെ തന്നെ കാങ്കയത്തിൻ്റെയും വംശനാശം, അതിൻ്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എല്ലാ ബോർഡറുകളിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇതിനെയൊക്കെ കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധാരാളം കാങ്കയം പശുക്കളെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും. നിരവധി പശുക്കൾ, കാളകളെ കൊണ്ടുവന്ന് ഇവിടെ കശാപ്പുശാലയിൽ എത്തുന്നുണ്ട്. അതെല്ലാം അറവുശാലയിൽ നിന്ന് അത് മാംസമായിട്ട് മാറുകയാണ്. വലിയൊരു വംശ ഭീഷണി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യരാശിക്ക് തന്നെ, ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ റിസോഴ്സസ് ആണ്. നമ്മളിപ്പോൾ ഇന്ധനങ്ങളൊക്കെ ഉപയോഗിച്ച്, ഡീസലും അല്ലെ പെട്രോൾ എഞ്ചിനൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്ന മെഷീനറികളൊക്കെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള, തത്തുല്യമായിട്ടുള്ള ഉപകരണങ്ങൾ പണ്ട് ഈ കാങ്കയം കാളയെ കൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. അത് വലിയൊരു നാഷണൽ ലോസ്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചാണകം, ഈ ചാണകം കാളയായാലും പശുവായാലും നമുക്ക് 10-12 കിലോ ചാണകം വരെ ഒരു ദിവസം നമുക്ക് തരുന്നുണ്ട്. ഗോമൂത്രമായി കഴിഞ്ഞാലും അതും ഒരു 5 ലിറ്റർ തൊട്ട് 7 ലിറ്റർ വരെ ഗോമൂത്രം നമുക്ക് തരുന്നുണ്ട്. ഇത് അത്യുത്തമമായിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് നമുക്കിത് പ്രയോജനപ്പെടുന്നതാണ്. അത് കാങ്കയത്തിൻ്റെ സംരക്ഷണം
കൃത്യമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതാണ്. അത് നമ്മുടെ ഒരു അഭിമാനമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു നാടൻ പശുവിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.